ലഹരിമരുന്ന് ഉപയോഗത്തിനെതിരെ സൈക്കിളിൽ ബോധവൽക്കരണ ക്യാമ്പയിനുമായി മതപുരോഹിതൻ രംഗത്ത്. കോഴിക്കോട് ജില്ലയിലെ ജസ്യൂട്ട് പുരോഹിതനായ ഫാദർ ഷെയ്സ് തോമസ് ആണ് കഥ പറയും വണ്ടി എന്ന സൈക്കിളിൽ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച് ലഹരി എന്ന വിപത്തിനെതിരെ പ്രചാരണം നടത്തുന്നത്. കോഴിക്കോട് നിന്നും തുടങ്ങിയ യാത്ര സാമൂഹ്യ പ്രവർത്തക ദയാബായി ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രസംഗം കൊണ്ട് മാത്രം വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം കുറയ്ക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഫാദർ ഷെയ്സ് തോമസ് ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി വേറിട്ട വഴി സ്വീകരിച്ചത്. കഥ പറയും വണ്ടി എന്ന തന്റെ സൈക്കിളിൽ ഈ പുരോഹിതൻ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലേക്ക് എത്തും. ആട്ടവും പാട്ടും നാടകവുമായി കുട്ടികളോട് സംവദിക്കും. ലഹരി മരുന്നുണ്ടാക്കുന്ന വലിയ വിപത്തിനെ കുറിച്ച് കുരുന്ന മനസ്സുകളിലേക്ക് ബോധവൽക്കരണത്തിന്റെ നല്ല പാഠങ്ങൾ പതിയെ പകരും. ഒന്നാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണ് കെട്ടിയിട്ടുള്ളവരാണ്. അവർക്കൊന്നും കാണത്തില്ല, ഇവർ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പൊ ഈ കാണാവുന്നവരും പറയാവുന്നവരും കൂടെ ഇവരെ കഴിയില്ല. ഇതാണ് കളി. ഞാനൊരു സീക്രട്ട് ബോക്സ് എന്ന് പറഞ്ഞൊരു പരിപാടി കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യിക്കുമ്പോൾ കുട്ടികൾ എനിക്ക് വളരെ രഹസ്യമായിട്ട് എഴുതി തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇത് മയക്കുമരുന്നൊരു ഭീകര പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് എടുത്തിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് അവരെ പ്രലോഭിപ്പിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവരെ ക്യാരിയറായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ അവരുടെ ഒരു സ്വസ്ഥത കളയുന്ന ഒരു സംഭവം തോന്നിയത് കൊണ്ടാണ് അതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നു. സംസ്ഥാനത്തെ 500 വിദ്യാലയങ്ങളിലെങ്കിലും യാത്ര നടത്തുകയാണ് ഫാദർ ഷെയ്സ് തോമസിന്റെ ലക്ഷ്യം. കോഴിക്കോട് സെന്റ് മൈക്കിൾസ് സ്കൂളിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. സാമൂഹ്യ വിപത്തിനെതിരായ ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ ലോകപ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ദയാബായി തന്നെ നേരിട്ടെത്തി. കഥ പറയും വണ്ടി. മയക്കുമരുന്നത്തെ വലിയൊരു രോഗമാണ് ഈ മയക്കുമരുന്ന്. അതിനെതിരായിട്ട് അതിനെപ്പറ്റി ബോധവൽക്കരിക്കപ്പെടാനും വഴിമാറി നടക്കാനും എല്ലാവരെയും പ്രേരിപ്പിക്കാനും ഇങ്ങനെയൊരു ഇവിടെ തുടങ്ങുന്ന ഒത്തിരി സന്തോഷമുണ്ട്. അധ്യാപകനും ചിത്രകാരനും നാടകകൃത്തും കൂടിയാണ് ഷെയ്സ് തോമസ്. തന്റെ കലാപ്രവർത്തനങ്ങളിലൂടെ കുരുന്നു മനസ്സുകളെ നേരിന്റെ നല്ല പാഠം പഠിപ്പിക്കുകയാണ് ഈ വൈദികൻ. ജീവിതമായിരിക്കട്ടെ നമ്മുടെ ലഹരി. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.